ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചാന്ദിനി. നമ്മൾ വന്ദേ ഭാരത മാതരം എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ 5 പാർട്ട് വരെ പഠിച്ചു. അടുത്ത നമുക്ക് ഇതിൽ ഫ്ലാഗിൻ്റെ, അതായത് ധ്വജസ്യ വർണ്ണം, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ശാന്തേഹേ, ശാന്തേഹ ശാന്തിയുടെ ശാന്തേഹേ, അതുപോലെ സത്യസ്യ ച ദ്യോതകഃ കഃ വർണ്ണഃ, ശാന്തിയുടെയും സത്യത്തിനെയും ദ്യോതിപ്പിക്കുന്ന വർണ്ണം ഏതാണ്? ശ്വേതവർണ്ണഃ, വെളുപ്പ് നിറം. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു കേശാം ധവളം യശഃ രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. ആരുടെ ധവള നിറമാണ് ധ്വജത്തിൻ്റെ മധ്യത്തിൽ വിലസുന്നത്? വൈജ്ഞാനികാനാം. അതുവരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി അപ്പോൾ അതുവരെ ഏത് വൈജ്ഞാനിക അതും എടുത്തു. അപ്പോൾ ഇനി അടുത്ത ബാക്കിയുള്ള നമുക്ക് നോക്കാം. പേജ് നമ്പർ 7 വായിക്കുകയാണ്. ധ്വജേ വിരാജമാനസ്യ ഘന നീലവർണ്ണസ്യ ചക്രസ്യ നാമ ധർമ്മചക്രം ഇതി. അസ്മിൻ ചക്രേ 24 അരാഹ സന്തി. ഏതത് ചക്രം ചലനീയം കർത്തവ്യപഥേ വൈ ന വിരമാ സതതം ചല ഇതി ഭാവം ബോധയതി. സൂര്യഃ വിരാമം വിനാ നിത്യം സഞ്ചരതി. നദീ കഷ്ടാനി സഹമാന അപി ധ്യേയം പ്രതി നിത്യം പ്രവഹതി. ഇദം ചക്രം ജീവനെ ശ്രാന്തേഃ ആലസ്യസ്യ പ്രമാദസ്യ ച സ്ഥാനം ന ഭവതു ഇതി സന്ദേശം പ്രയച്ഛതി. ധ്വജേ വിരാജമാനസ്യ ഘന നീലവർണ്ണസ്യ ചക്രസ്യ നാമ ധർമ്മചക്രം ഇതി. ധർമ്മചക്രം, അത് ധർമ്മചക്രം എന്നറിയപ്പെടുന്നു. എന്താണത്? ധ്വജേ വിരാജമാനസ്യ ഘന നീലവർണ്ണസ്യ, നീലവർണ്ണമാണ് അത്. ഏത് തരത്തിലുള്ള നീലവർണ്ണം? ഘനനീലം. ഘനം എന്ന് പറഞ്ഞാൽ എന്താ? മേഘം, ക്ലൗഡിൻ്റെ ആ നീല നിറം. ഘന നീലവർണ്ണസ്യ, നേവി ബ്ലൂ ആണത്, നേവി ബ്ലൂവിൻ്റെ കളർ. ഘന നീലവർണ്ണസ്യ ചക്രസ്യ, അപ്പോൾ ചക്രസ്യ വർണ്ണഃ കഃ, ഏതാണ്? നീലവർണ്ണഃ, ഘന നീലവർണ്ണഃ, പിന്നെ മേഘത്തിൻ്റെ നീലനിറം. കുത്ര? ധ്വജേ, ധ്വജ എന്ന് പറഞ്ഞാൽ ധ്വജത്തിൽ, ഫ്ലാഗിൽ. ധ്വജേ വിരാജമാനസ്യ, വിരാജമാനം എന്ന് പറഞ്ഞാൽ ധ്വജത്തിൽ വിലസിക്കുന്ന, ശോഭിക്കുന്ന ആ ഘനനീലവർണ്ണസ്യ ചക്രസ്യ നാമ കിം? ധർമ്മചക്രം. അശോകചക്രം കണ്ടില്ല അതിനകത്ത് ഇങ്ങനെ അതിനാണ് ധർമ്മചക്രം. അസ്മിൻ ചക്രേ 24 അരാഹ സന്തി. ആ വാക്യത്തിൽ, അസ്മിൻ വാക്യ ക്രിയാപദം കിം? സന്തി. ഞാൻ പറഞ്ഞതാണ് അസ് ധാതു, അസ്തിത്വ സന്തി. അസ്മിൻ ചക്രേ അരാഹ സന്ധി. അരാഹ എന്താണ്? അരാഹ അതായത് ഈ ചക്രത്തിന് സൈഡിലോട്ട് ഇങ്ങനെ സ്പോക്സ് എന്ന് പറയും. ആ പടം കൊടുത്തിട്ടുണ്ട്, ഈ പടം. അതിനകത്ത് ഓരോ ഇല്ലേ, അത് എന്താണത്? 24 അരാഹ. 20 എത്രയാണ്? 20. 24 24. അപ്പോൾ 24 അരാഹ സന്ധി, 24 സ്പോക്സ് ഉണ്ട്. കുത്ര? എവിടെയാണ്? അസ്മിൻ ചക്രേ, ഈ ചക്രത്തിൽ. അസ്മിൻ ചക്രേ എന്നുള്ളത് സപ്തമി ഏകവചനം, അതുകൊണ്ട് അസ്മിനും എന്ത് തന്നെ വരണം? സപ്തമി ഏകവചനം. അസ്മിൻ ചക്രേ, ഈ ചക്രത്തിൽ. കതി അരാഹ സന്ധി? എത്ര അരാഹ ഉണ്ട്? 24 അരാഹ സന്ധി. ഏതത് ചക്രം ചലനീയം
കർത്തവ്യപഥേ വൈ ന വിരമ സതതം ചല ഇതി ഭാവം ബോധയതി. ഏതത് ചക്രം ഏതത് എന്നുള്ളത് പ്രഥമ വിഭക്തിയാണ്. ഏതത് ഏതേ ഏതാനി എന്നാണ്. അത് നപുംസകലിംഗമാണ്. അതിൻ്റെ പുല്ലിംഗം എങ്ങനെ വരും? ഏഷ ഏതൗ ഏതേ. സ്ത്രീലിംഗം എങ്ങനെ വരും? ഏഷ ഏതേ ഏതാഹ. ഇത് നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഏതത് ചക്രം ചലനീയം കർത്തവ്യപഥേ വൈ ന വിരമ നിൽക്കുന്നില്ല. വിരമ എവിടെ? ചലനീയം കർത്തവ്യപഥത്തിൽ ചലിക്കും. ചലനീയം ചലിക്കുന്നതാണ് കർത്തവ്യപഥം. ഒരു കർത്തവ്യമുണ്ട് എല്ലാവർക്കും, അല്ലെ? ഇന്ന ചെയ്യണം, അത് ചെയ്യണം. അതാണ് കർത്തവ്യം എന്ന് പറയുന്നത്, ഡ്യൂട്ടിയാണ്. അപ്പം അതെങ്ങനെ പോകണം? ആ പഥം വഴി, പാത്ത് എന്നൊക്കെ പറയാം. അപ്പം ചലനീയം കർത്തവ്യപഥേ വഴി എന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ഡ്യൂട്ടീസ്. ആ ഡ്യൂട്ടിക്കുള്ള ആ വഴി കൂടെ തന്നെ പോകണം, അതനുസരിച്ച് വേണം പോകാൻ എന്നാണ്. വിരമ നിൽക്കാൻ പാടില്ല. സതതം ചല എപ്പോഴും, സതതം ഓൾവേസ്, എപ്പോഴും എന്തിനും സഞ്ചരിക്കണം, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഇതി ഭാവം ബോധേതി എന്ന ഭാവമാണ് എന്ത് തരുന്നത്? ഈ ചക്രം. ഏതത് ചക്രം ബോധയതി. അപ്പോൾ ഈ ചക്രം എന്നെ തരുന്നത്? ചലനീയം കർത്തവ്യപഥേ വൈ ന വിരമ. കർത്തവ്യപഥത്തിൽ കൂടി മാത്രം എപ്പോഴും പോവുക, നിർത്താൻ പാടില്ല. വിരമ നിർത്താൻ പാടില്ല. ബോധയതി എന്ന് ബോധിപ്പിക്കുന്നു. ബോധയതി എന്നുള്ളത് ലട്ട്. ബോധയതി, ബോധയതഃ, ബോധയന്തി ലട്ടാണ്. അത് കഴിഞ്ഞിട്ട് സൂര്യ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. സൂര്യ വിരാമം വിനാ നിത്യം സഞ്ചരതി. സൂര്യ സഞ്ചരതി. സൂര്യൻ സഞ്ചരിക്കുന്നു. കഥം, എങ്ങനെ സഞ്ചരിക്കുന്നു? വിരാമം എന്ന് പറഞ്ഞത് അവസാനം. വിരാമം വിന എന്ന് പറഞ്ഞാൽ എന്താ? വിത്തൗട്ട്. ഇപ്പം വൈദ്യുതി വിന പങ്ക ന ചലതി. വൈദ്യുതി ഇല്ലാതെ പങ്ക ചലിക്കില്ല. വിന എന്ന് പറഞ്ഞാൽ കൂടാതെ, വിത്തൗട്ട് എന്നുള്ളത് അതൊരു അവ്യയമാണ്. അപ്പോൾ സൂര്യ വിരാമം വിന നിത്യം സഞ്ചരതി. സൂര്യ നിത്യം സഞ്ചരതി, ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇങ്ങനെ സൂര്യ പോയിക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി. പക്ഷേ വിരാമം വിന സഞ്ചരതി, അതിനൊരു അവസാനമില്ല, അല്ലേ? സൂര്യൻ വിചാരിക്കണം ഇനി ഇവിടെ നിൽക്കാൻ മതി, ഇത്രയും മതി, അന്ന് വിചാരിക്കും, പറ്റുന്നില്ല, അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതോടെ ഈ സഞ്ചരതി എന്നുള്ളതും ലട്ടാണ്. സഞ്ചരതി, സഞ്ചരതഃ, സഞ്ചരന്തി. മധ്യപുരുഷൻ വരുമ്പോൾ സഞ്ചരസി, സഞ്ചരതഃ, സഞ്ചരത. ഉത്തമപുരുഷൻ സഞ്ചരാമി, സഞ്ചരാവഹ, സഞ്ചരാമഹ. നദി കഷ്ടാനി സഹമാനാഭി ധ്യേയം പ്രതി നിത്യം പ്രവഹതി. നദിയാണെങ്കിലോ പ്രവഹതി, പ്രവഹിക്കുന്നു, ഒഴുകുന്നു. അത് എന്താണ് ക്രിയ? നദി കഥം പ്രവഹതി, എങ്ങനെയാണ് പ്രവഹിക്കുന്നത്? കഷ്ടാനി സഹമാന അപി. സഹമാന, അവിടെ സ്ത്രീലിംഗമാണ് വരുന്നത്. സഹമാന, സഹിക്കുന്നവൾ. എന്ത് സഹിക്കുന്നവൾ? കഷ്ടാനി, കഷ്ടം, കഷ്ടേ, കഷ്ടാനി, കഷ്ടങ്ങൾ സഹിച്ചാണ് നദി ഒഴുകുന്നത്. കഷ്ടാനി സഹമാന അഭി ആൾസോ. ധ്യേയം പ്രതി നിത്യം പ്രവഹ. ധ്യേയം പ്രതി, ധ്യേയം എന്ന് പറഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക്. നദി എങ്ങനെ അവസാനം എവിടെ എത്തുന്നത്? ഓഷനിൽ, സമുദ്രത്തിൽ ചെന്ന് ചേരുമല്ലേ? അപ്പം ലക്ഷ്യസ്ഥാനത്തേക്ക് ധ്യേയം പ്രതി നിത്യം പ്രവഹതി, ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് പിന്നെ സൂര്യകാന്തിന്ന് വിരാമം വിന നിത്യം സഞ്ചരതി, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നദി എന്താണ്? കഷ്ടാനി സഹമാന അഭി, കഷ്ടങ്ങൾ സഹിച്ചിട്ടും എന്ത് ചെയ്യുന്നു? ധ്യേയം പ്രതി നിത്യം പ്രവഹതി, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതം ചക്രം. അപ്പം ഈ ചക്രം എന്താണ് കാണിക്കുന്നത്? ഏത് ചക്രം? ഫ്ലാഗിലുള്ള ചക്രം. അഭി ജീവനെ ശ്രാന്തേഹേ ആലസ്യസ്യ പ്രമാദസ്യ ച സ്ഥാനം ന ഭവതു ഇതി സന്ദേശം പ്രയച്ഛതി. ഈ സൂര്യനും നദിയൊക്കെ പോലെ ഈ ചക്രം എന്ത് തരുന്നു? ജീവനെ ശ്രാന്തേഹേ. ശ്രാന്തർ എന്ന് പറഞ്ഞാൽ ടയേർഡായിട്ടുള്ളതാണ്, ക്ഷീണിച്ചവർ, ടയേർഡ്നെസ്. ജീവനെ ശാന്തേഹേ
ആലസ്യസ്യ പ്രമാദസ്യ, മടിയരായിട്ടുള്ളവർ, ആലസ്യം മടിയരായിട്ടുള്ളവൻ്റെ പ്രമാദസ്യ കെയർലെസ് ആയിട്ടിരിക്കുന്നവരുടെ സ്ഥാനം ന ഭവതു, അങ്ങനൊരു സ്ഥാനം പാടില്ല എന്നാണ്. ഭവതു എന്നുള്ളത് ലട്ടല്ല, ലോട്ട്. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കും. ഭവതു, ഭവതാം, ഭവന്തു, അത് വേറെ രീതിയിലാണ് വരുന്നത്. അങ്ങനെ ആയിത്തീരട്ടെ എന്നൊക്കെ ആശംസിക്കുന്ന രീതിയിലാണ് ഈ ലട്ട് പറയുന്നത്. ജീവിതത്തിൽ ടയർഡ്നെസ് വരും എല്ലാവർക്കും. ആലസ്യസ്യ പ്രമാദസ്യ, ആലസ്യൻ മടിയരായിട്ടുള്ളവരുടെയും പ്രമാദസ്യ കെയർലെസ് ആയിട്ടുള്ളവരുടെയും സ്ഥാനം, അവരുടെയൊക്കെ സ്ഥാനം ന ഭവതു, അവർക്കൊന്നും ആ സ്ഥാനം ഉണ്ടാകരുത് എന്നാണ് സന്ദേശം ചെയ്യുന്ന സന്ദേശമാണ് ഈ ചക്രം നമുക്ക് തരുന്നത്. അപ്പം അലസനായിട്ടുള്ളവനും പിന്നെ കെയർലെസ് ആയിട്ടുള്ളവർക്കും ഒന്നും ഇവിടെ സ്ഥാനമില്ല എന്ന് കാണിക്കുകയാണ് ഈ ചക്രം. ഇവിടെ ചക്രത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഏതത് ചക്രം? ചലനീയം കർത്തവ്യപഥം, ചലനീയം കർത്തവ്യപഥത്തിൽ അതിൻ്റെ സഞ്ചരിക്കേണ്ട ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഒന്നും നിർത്താൻ പാടില്ല, പൊയ്ക്കൊണ്ടിരിക്കണം. 2 ഉദാഹരണങ്ങളും പറഞ്ഞു. സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യ വിരാമം വിന നിത്യം സഞ്ചരതി. അതുപോലെ നദി എന്ത് ചെയ്യുന്നു? കഷ്ടാനി സഹമാന അപി എന്ത് ചെയ്യുന്നു? ധ്യേയം പ്രതി നിത്യം പ്രവഹതി. അതുപോലെയാണ് ഈ ചക്രം. അതായത് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ രാജ്യത്തെ ജനങ്ങളും. ആ അവരുടെ കർത്തവ്യം മറക്കാൻ പാടില്ല എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ധ്വജസ്യ മധ്യേ കീദൃശം ചക്രം ശോഭതേ, ധ്വജത്തിൻ്റെ മധ്യത്തിൽ മിഡിലിൽ കീദൃശം ഏത് തരത്തിലുള്ള ചക്രമാണ് ശോഭിക്കുന്നത്? എന്താണ്? ഏത് വർണ്ണത്തിലുള്ളതാണ്? നീലവർണ്ണം ചക്രം ശോഭതേ. ധ്വജസ്യ വർണ്ണാഹ ചക്രം ച കിം പ്രയച്ഛതി. ഈ ധ്വജത്തിലുള്ള വർണ്ണവും ചക്രവും എന്തിനെ സൂചിപ്പിക്കുന്നു? വർണ്ണവും ചക്രവും, ബ്ലൂ കളറും ആ ചക്രവും എന്താണ്? വിശിഷ്ടം സന്ദേശമാണ് തരുന്നത്. ഒരു വിശിഷ്ടമായ സന്ദേശമാണ് തരുന്നത്. എന്തോന്നാണത്? അതിന് അവസാനം കൊടുത്തത് ജീവനേ ശ്രാന്തേ ആലസ്യസ്യ പ്രമാദസ്യ ച സ്ഥാനം ന ഭവതു ഇതി സന്ദേശം യച്ഛതി. ബാക്കി നോക്കിക്കോളൂ. ബാക്കിയുള്ളത് താഴെയുള്ളത് വയം സർവേപി ധന്യാഹ യത് അസ്യാം പവിത്രഭൂമിയാം ജന്മ പ്രാപ്തവന്തഃ. വയം സർവേപി, സർവേ കഴിഞ്ഞിട്ടൊരു ഇത് എടുക്കുന്ന സർവേപി എങ്ങനെ എഴുതിയിരിക്കുന്നു? സർവേ ഒരു ട്രാൻസ്ലേഷൻ. സർവേപി എന്താ ഇത്? സർവേ പ്ലസ് അപി, സർവേ പ്ലസ് അപിയാണ്. എല്ലാവരും സർവേവി, വയം സർവേവി, നമ്മളെല്ലാവരും. വയം നമ്മൾ, വയം സർവേവി ധന്യാഹ, നമ്മളെല്ലാവരും ധന്യരാണ്. എന്താ? എന്തുകൊണ്ടെന്നാൽ അസ്യാം പവിത്രഭൂമ്യാം ജന്മപ്രാപ്തവന്തഃ. ഈ പവിത്രഭൂമിയിൽ, പവിത്രഭൂമ്യാം എന്നുള്ളത് സപ്തമി ഏകവചനമാണ്. പവിത്രഭൂമി പരിശുദ്ധഭൂമി, പുണ്യഭൂമി എന്നൊക്കെ പറയാം. ഭൂമിയിൽ ജന്മപ്രാപ്തവന്തഃ, ജന്മം നേടിയവരാണ്. കുത്ര ജന്മപ്രാപ്തവന്തഃ? അസ്മാകം ദേശേ, ദേശത്തിൽ? ഭാരതഭൂമി. അപ്പോൾ പവിത്രഭൂമ്യാം, ഈ പവിത്രഭൂമിയിൽ ജന്മപ്രാപ്തവന്തഃ. പ്രാപ്തവന്തഃ എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണത്. വയം പവിത്രായാഹ ഭാരതമാതുഃ നിത്യം വന്ദനം കുർമഃ അസ്യാഹ ഗൗരവവർദ്ധനാർത്ഥം ച പ്രയത്നം കുർമഃ. അവിടെ എന്താണ് പിന്നെ വെർബ് കുർമഃ എന്നാണ്. കുർമഃ എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുന്നു, ഡൂയിങ് എന്നുള്ളതാണ്. കൃ ധാതുവാണ് അതിൻ്റെ ലട്ട. നോക്കിക്കോളാം. കൃ ധാതോഹ ലട്ട്. പ്രഥമ പുരുഷം വരുമ്പോൾ കരോതി, ദ്വിവചനം കുരുതഃ, ബഹുവചനം കുർവന്തി.
മധ്യമപുരുഷൻ വന്നപ്പോൾ കരോഷി, കുരുധഃ, കുരുധ. ഉത്തമപുരുഷൻ വന്നപ്പോൾ കരോമി, കുർവഹ, കുർമഹ. ഇങ്ങനെ വരുന്നു. ഇത് വർത്തമാനകാലം പ്രസന്റ് ടെൻസ് ആണ്, ലട്ടാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് കരോതി, കരോതി കുരുതഃ കുർവന്തി, സഹ കരോതി തൗ കുരുതഃ തേ കുർവന്തി. പിന്നെ കരോഷി, ത്വം കരോഷി, യുവാൻ കുരുതഃ യൂയം കുരുത. കരോമി, അഹം കരോമി, ആവാം കുർവഹ വയം കുർമഹ. ഞങ്ങൾ ചെയ്യുന്നു. ഇവിടെ എന്തെന്നാണ്? വയം പവിത്രതായാഹ, പവിത്രായാഹ ഭാരതമാതുഃ നിത്യം വന്ദനം കുർമഃ. ഭാരതമാതുഃ, ഭാരതമാതാവിന് നിത്യം ഭാരതമാതുഃ എന്നുള്ളത് ഷഷ്ടി, പിന്നെ ഏകവചനം. ഷഷ്ടിഷ്ട വൃത്തിയങ്ങൾ എന്തെല്ലാം? അക്കൻ്റെ ഉട എന്നൊക്കെ. അപ്പം ന വരും. മാതാവിന്, ഭാരതമാതാവിന് വന്ദനം, വന്ദനം വന്ദിക്കുന്നു. എപ്പോൾ? നിത്യം, ഡെയിലി, ഡെയിലി ഞങ്ങൾ വന്ദിക്കുന്നു ഭാരതമാതാവിനെ, ഞങ്ങൾ വന്ദിക്കുന്നു. ഇവിടെ വയം വയമാണ് വന്നുകൊണ്ടാണ് കുർമഹ വന്നത്. വയം നിത്യം വന്ദനം കുർമഹ, ഞങ്ങൾ ഡെയിലി വന്ദിക്കുന്നു. ആരെ? ഭാരതമാതാവ്. പിന്നെ അത് മാത്രമല്ല, അസ്യാഹ ഗൗരവ വർധനാർത്ഥം ച പ്രയത്നം കുർമഹ. ഗൗരവവർദ്ധനാർത്ഥം, അതിൻ്റെ ഗൗരവം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നം കുർമഹ, പ്രയത്നിക്കുന്നു. അവിടെയും കുർമഹ വന്നു, പ്രയത്നിക്കുന്നു, വയമായതുകൊണ്ട്. ആഗച്ഛന്തു മിളിത്വാ സർവേ ഗായാമഹ. അടുത്ത വേറൊരു വാങ്ങുന്നു, ഗായാമഹ, ഗായാമി ഗായാവഹ. ഇവിടെ കരോമി കുർവഹ കുർമഹ. അപ്പോൾ ഗായാമി, ഞാൻ പാടുന്നു. ഗായാമി ഗായാവഹ ഗായാമഹ, പാടുന്നു എന്നുള്ളത് അർത്ഥത്തിൽ. ഇവിടെ ആഗച്ഛന്തു, വരൂ. ഗച്ഛന്തു എന്ന് പറഞ്ഞാൽ പോകും. അപ്പോൾ ഇവിടെ ആഗച്ഛന്തു ഗച്ഛന്തു ഒക്കെ എന്താണ്? ലോട്ടാണ്. അതിന് കുറച്ചുകൂടെ അടുത്ത 2-3 പാഠങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പഠിക്കും അത് ലോട്ട്. അപ്പം വരൂ, വിളിക്കുകയാണ്. ആഗച്ഛന്തു മിളിത്വാ, നമുക്ക് ഒന്നിച്ച്, മിളിത്വാ, ക്വാന്തം നിങ്ങൾ പഠിച്ചാണ്, ക്വാന്തം. മിളിത്വാ സർവേ ഗായാമഹ, നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. എന്താ പാട്ട്? അവിടെ കൊടുത്തിട്ടുണ്ട് പാട്ട്. വയം ബാലകാ ഭാരതഭക്താഹ, വയം ബാലകാഹ, ഞങ്ങൾ ബാലന്മാരാണ്. എങ്ങനെയുള്ളവരാണ്? ഭാരതഭക്താഹ, ഭാരതഭക്തരാണ്. വയം ബാലികാഹ, ഞങ്ങൾ ബാലികമാരാണ്. ബാലികമാർ എങ്ങനെയുള്ളവരാണ്? ഭാരതഭക്താഹ. വയം ഹി സർവേ ഭാരതഭക്ത, വയം ഹി സർവേ, ഞങ്ങളാകട്ടെ എല്ലാവരും ഭാരതഭക്താഹ. പൃഥ്വി സ്വർഗം ജേതും ശക്താഹ, നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പൃഥ്വിയെ, സ്വർഗത്തെ, ജേതും ജയിക്കുവാൻ, ജേതും ശക്താഹ. അപ്പോൾ ഞങ്ങൾ ഭാരതഭക്തരാണ്. ഞങ്ങൾ എന്തു ചെയ്യും? പൃഥ്വിയെയും സ്വർഗത്തെയും ജയിക്കാൻ ശക്തിയുള്ളവരാണ് ഞങ്ങൾ എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഭാരതീയർ അത്രമാത്രം ശക്തിയുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കാനാണ് ഇത്. അപ്പോൾ അങ്ങനെ ഈ പാഠം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സന്ദേശം വന്നു. ധ്വജസ്യ വർണ്ണത്തിൻ്റെ സന്ദേശവും ചക്രത്തിൻ്റെ സന്ദേശമൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പാഠം ഇവിടെ തീർന്നു. പക്ഷേ ഇനി ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രത്യേക ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. എല്ലാം ഈ ഫസ്റ്റ് ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട്. അത് നിങ്ങളത് നോക്കിയാൽ കാണാം. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. അത് വീണ്ടും ഒന്നുകൂടി അതിൻ്റെ നോട്ട്സ് ഇവിടെ തരാം. അപ്പോൾ ഇതെല്ലോണം വായിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.